ഹായ്, ഞാൻ മുഫ്തുൽ, കാലിക്കറ്റ് ബേക്കേഴ്സ് ക്ലബ്ബ്. അപ്പോൾ ഇന്ന് നമുക്ക് സൈക്കിൾ പഞ്ചർ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പഠിക്കാം. എൻ്റെ ഇന്നിപ്പോൾ പഞ്ചറായി, അതുകൊണ്ടാണ് ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ളത് പാർക്ക് ടൂളിൻ്റെ പഞ്ചർ കിറ്റാണ്. വളരെ ചീപ്പാണ്, 200 രൂപ അതിൻ്റെ അടിയിലെ വരവിലുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള പഞ്ചർ കിറ്റാണ്. ഓക്കെ, പിന്നെ ഇത് ഐസ് ടൂളിൻ്റെ ടയർ എജക്റ്റിംഗ് ലിവർ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു 100 രൂപയുടെ അടിയിലെ വില വരുള്ളൂ. ഇനി അതിലും ക്വാളിറ്റി കൂടിയ വാങ്ങുകയും ചെയ്യാം. ഇത് ഒരു ഹാൻഡ് പമ്പാണ്, ലോക്കൽ ഹാൻഡ് പമ്പ്. സൈക്കിൾ നമ്മൾ ജസ്റ്റ് അപ്സൈഡ് ഡൗൺ ആയിട്ട് മറച്ച് വെക്കുക. ഓക്കെ, സീറ്റിൻ്റെ മുകളിലും ഹാൻഡിലിൻ്റെ മുകളിലും സൈക്കിള് സീറ്റിംഗ് ആവുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുക. അത് കറക്റ്റ്, അതിൻ്റെ സീറ്റിംഗ് ഒക്കെ കറക്റ്റാണോ നോക്കുക, സൈക്കിൾ മറിഞ്ഞ് വീഴരുത്. ഓക്കെ, ലൈറ്റുകളൊക്കെ ഉണ്ട്, ഊരി വെച്ചിട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാക്കിൽ ക്വിക്ക് റിലീസ് ചെയ്യുക, ലൂസാക്കുക. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, എന്നാലും കറക്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ്. എന്നിട്ട് ടയർ കുറച്ചൊന്ന് വലിച്ചിട്ട് RD ഒന്ന് പുറത്തേക്ക് തള്ളി കൊടുക്കുക. നമ്മൾ റിയർ ഡിറൈലർ ഒന്ന് പുറത്തേക്ക് തള്ളി കൊടുത്തിട്ട് ചെയിൻ ഒന്ന് പൊന്തിച്ച് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ ഒന്ന് പൊന്തിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീല ഊരിയെടുക്കാം. സൈക്കിൾ തലകുത്തനെ വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ഊരിയെടുക്കുക. നിർത്തിയിട്ട് നമ്മൾ ഹാൻഡിൽ ഇതിൻ്റെ മുകളിലാണെങ്കിലാണ് ബുദ്ധിമുട്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു ലിവർ വെച്ചിട്ട് ആ ഊരിയെടുത്ത ടയർ, നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച ഒരു ലിവർ ഒരു സ്പോക്കിൽ ടൈറ്റ് ചെയ്തിടുക. അടുത്ത ലിവർ വെച്ച് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുറത്തേക്കൊന്ന് വലിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ ടയർ പോരും. ടയർ റിമ്മിൻ്റെ മുകളിൽ വിട്ട് പോരും. വളരെ സിമ്പിളാണ്. അത് ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ നെക്ക് ഗ്യാപ്പോ അല്ലെങ്കിൽ നെക്കിൻ്റെ മുകളിൽ ത്രെഡോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി വെക്കണം, എന്നാലേ ട്യൂബ് പുറത്തേക്ക് വരുള്ളൂ. എന്നിട്ട് ആ നെക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ട്യൂബ് വലിച്ച് പുറത്തേക്ക് എടുക്കുക. വലിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ട്യൂബ് വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. ട്യൂബ് കീറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. ഒന്ന് കെയർ ചെയ്ത് വലിക്കുക. വളരെ സിമ്പിളാണത്, നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതങ്ങനെ വലിച്ചിട്ട് നെക്കിൻ്റെ ഭാഗത്തെത്തുമ്പം ഒന്ന് കെയർ ചെയ്യുക. കാരണം അത് ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുന്നതാണ്. നല്ല പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് കീറിപ്പോവും. നെക്കിൻ്റെ ഭാഗത്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഈ ട്യൂബൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കീറിപ്പോകാൻ സാധ്യത. ശ്രദ്ധിച്ച് വലിച്ചു പുറത്തേക്ക് ഊരുക. ഓക്കെ, അത് ഊരി കഴിഞ്ഞിട്ട് നമ്മൾ റിമ്മും ടയറും ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് പഞ്ചർ വന്നതെന്നുള്ളത്. ചെറിയ പിന്നോ എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും. നമുക്ക് വലിയ സൂചി ആണിയൊന്നും വേണ്ടല്ലോ സൈക്കിളിന്, ചെറിയ സ്റ്റാപ്ലറിൻ്റെ പിന്ന് മതി. അപ്പോൾ ടയറും ട്യൂബും നന്നായിട്ടൊന്ന് ഇൻസ്പെക്ട് ചെയ്യും. ഒന്ന് വിരൽ വെച്ച് ഇങ്ങനെ ഓടിച്ച് നോക്കിയാൽ നമുക്ക് ഏകദേശം കിട്ടും എവിടെയാണ് എന്താണുള്ളത് എന്നുള്ളത്. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. എന്നിട്ടൊന്ന് നന്നായിട്ടൊരു കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ പോളി ഫൈബറിൻ്റെ മെറ്റീരിയലുള്ള ക്ലോത്തോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ട് വൈപ്പ് ചെയ്ത് തുടച്ച് വൃത്തിയാക്കി വെക്കുക റിമ്മും ടയറും. ഇൻ കേസ് അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പൊടികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നോർമലി ആ റിമ്മിൽ തുരുമ്പുണ്ടെങ്കിൽ ഈ റിം ടാപ്പിൻ്റെ ഉള്ളിലൂടെ റസ്റ്റ് കയറിയിട്ടും പഞ്ചറാവാറുണ്ട്. അപ്പോൾ അതുമൊന്ന് ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്ന് റിം ടാപ്പ് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ട്യൂബ് എടുത്തിട്ട്, പഞ്ചർ എവിടെയാണെന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ ട്യൂബ് എടുത്തിട്ട് അതിൽ നമ്മളെ പമ്പ് ഫിറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാറ്റടിക്കുക. കുറച്ചൊരു പ്രഷറാവുന്ന രീതിയിൽ കാറ്റടിക്കുക. എന്നിട്ടൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ സാധാരണ ചെയ്യാറുണ്ടല്ലോ, അങ്ങനെ ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എവിടെയാണ് ബബിൾസ് വരുന്നതെന്നുള്ളത് നോക്കുക. അപ്പോൾ ഇതിപ്പം പാത്രമല്ല, നമ്മൾ റൈഡിൻ്റെ ഇടയിലാണെങ്കിൽ എന്തെങ്കിലും ഒരു വെള്ളം കിട്ടിയാൽ മതി. ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ കുപ്പിയിൽ വെള്ളം ഇതിലേക്ക് പാർന്നു കൊടുത്താലും അത് കിട്ടും. പക്ഷേ അത് അത്ര ഒരു എന്താ പറയുക, നമുക്ക് അക്യുറേറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുറച്ച് ഡിപ്പ് ചെയ്യാൻ പറ്റിയ ഒരു വെള്ളം എന്തെങ്കിലും കിട്ടിയാൽ മതി, ഒന്ന് മുക്കി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ബബിൾസ് വരുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവും എവിടെയാണുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണിപ്പോൾ ഇതിൻ്റെ മുകളിൽ പഞ്ചറുള്ളത്. ഇവിടെ ബബിൾ വരുന്നുണ്ടോ? അപ്പോൾ ആ പഞ്ചറുള്ള ഭാഗത്ത് ആദ്യം നമ്മൾ ടയറിൻ്റെ കാറ്റ് ഒഴിവാക്കുക. അതിന് നമ്മൾ ഈ പഞ്ചർ കിറ്റിൻ്റെ വരുന്ന സോൾവെൻറ്റിൻ്റെ ക്യാപ്പ് എടുത്താൽ മതി. ആ ക്യാപ്പ് വെച്ച് അമർത്തി കഴിഞ്ഞാൽ, നെക്കിൽ അമർത്തി കഴിഞ്ഞാൽ നമ്മളെ ട്യൂബ് സിമ്പിളായിട്ട് കാറ്റ് ഒഴിഞ്ഞ് പോരും. വേറെ കമ്പി മരത്തിൻ്റെ കഷ്ണങ്ങളോ എന്തെങ്കിലും വെച്ചൊന്നും കുത്തരുത്. ഇത് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്യൂബ് ഫ്രീ ആയി കിട്ടും. ട്യൂബ് ഫ്രീ ആയിട്ടാണ് നമ്മൾ അടുത്ത ഇത് ചെയ്യുന്നത്. അതായത് നമ്മളെ വാട്ടർ ബോട്ടിലിൻ്റെ മുകളിൽ
ട്യൂബ് ജസ്റ്റ് റാപ്പ് ചെയ്തുകൊണ്ട് വെക്കും. ആദ്യം ആ പഞ്ചർ വന്ന സ്ഥലത്തൊന്ന് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പെന്നോ കൈമേൽ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിലൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി എവിടെയാണെന്നുള്ളത്. എന്നിട്ട് അതിന് എത്രയാണോ ആ പാച്ചിൻ്റെ സൈസ്, ആ സൈസിനനുസരിച്ചുള്ള പാച്ച് എടുക്കുക. അതായത് പഞ്ചറിനനുസരിച്ചുള്ള പാച്ച് എടുക്കുക. നമ്മളെ കിറ്റിൽ അതിനനുസരിച്ചുള്ള പാച്ച് ഉണ്ടാവും. എന്നിട്ട് നമ്മളെ വാട്ടർ ബോട്ടിലിൻ്റെ മുകളിൽ ഇതുപോലെ റൗണ്ടിൽ അതിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നല്ല ടൈറ്റിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളെ സാൻഡ് പേപ്പർ ഉണ്ടാവും ആ കിറ്റിൽ, പാർക്ക് ടൂളിൻ്റെ കിറ്റിൽ സാൻഡ് പേപ്പർ ഉണ്ടാവും. ആ സാൻഡ് പേപ്പർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സാൻഡ് ചെയ്യാം. അത് സാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സോൾവെൻ്റ് എടുത്തിട്ട്, അതായത് ഇതിൻ്റെ ഗം എടുത്തിട്ട് നമ്മളതിൽ കുറച്ച് നമ്മളെ ട്യൂബിൻ്റെ മുകളിൽ മാത്രം മതി, സ്റ്റിക്കറിൻ്റെ മുകളിൽ വേണ്ട, ട്യൂബിൻ്റെ മുകളിൽ മാത്രം കുറച്ച് ആ ഗം എടുത്തിട്ട് തേക്കുക. ഓക്കെ, കുറച്ച് മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് അതൊന്ന് പരത്തി അവിടെ വെക്കുക. അത് വെച്ചിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ മുകളിൽ അത് അവിടെ വെക്കണം. ഓക്കെ, എന്നാലേ അത് ഉണങ്ങി കിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഇത് 5 മിനിറ്റ് കഴിഞ്ഞതാണ്, ഉണങ്ങിയതിന് ശേഷമുള്ള ആണ്. ഓക്കെ, ഉണങ്ങി കഴിഞ്ഞ് അതിൽ നമുക്ക് അടുത്ത് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളതിൻ്റെ മുകളിലേക്ക് ആ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. അതിൽ നമുക്ക് ആ സൈസ് നോക്കിയപ്പോൾ കിട്ടിയത് ചെറിയൊരു ഹോളാണുള്ളത്. എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും പിന്നോ നമ്മളെ ബസ് ടിക്കറ്റിൻ്റെ സ്റ്റാപ്ലർ പിൻ ഉണ്ടാവും, അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളോ ഇനി ലേഡീസിൻ്റെ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തായാലും ഞാൻ അതിന് വേണ്ടിയ സൈസിലുള്ള പാച്ചാണ് എടുത്തത്. ആ പാച്ച് എടുത്തിട്ട് നേരെ ഇതിൽ ചെയ്ത് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ആ പാച്ച് ഒട്ടിച്ച്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ടയർ ലിവർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കണം. കാരണം അത് രണ്ടും റബ്ബർ മെറ്റീരിയലാണ്. അത് രണ്ടും നന്നായിട്ട് റബ്ബ് ചെയ്താൽ മാത്രമേ ആ ഗമ്മും ആ 2 റബ്ബർ മെറ്റീരിയലും, അതായത് നമ്മൾ ട്യൂബും പാച്ചും ആ ഗമ്മിൽ കറക്റ്റ് ഒട്ടി നിൽക്കുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റബ്ബ് ചെയ്യുന്നത്. ആ റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ആ സ്റ്റിക്കർ മെല്ലെ പീൽ ചെയ്ത് പറിച്ചെടുക്കുക. അത് ആദ്യം സ്റ്റിക്കർ ആ പ്ലാസ്റ്റിക് കോട്ടിങ് പറിച്ചെടുക്കരുത്, അത് കഴിഞ്ഞിട്ട് പീൽ ചെയ്ത് പറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഊരിയ പോലെ തന്നെ ടയറിൻ്റെ 1 സൈഡ് ആദ്യം റിമ്മിൽ ഫിറ്റ് ചെയ്യുക. 2 സൈഡും 2 ഭാഗങ്ങളും അതിലിടരുത്, ഒരു ഔട്ടർ മാത്രം റിമ്മിൽ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മളെ ട്യൂബ് കയറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചൊന്ന് കാറ്റടിക്കുക. ട്യൂബിൽ ലേശം, വളരെ കുറച്ചൊരു കാറ്റടിക്കുക. നമുക്കിങ്ങനെ പ്രസ് ചെയ്താൽ അമരുന്ന രീതിയിൽ കാറ്റ്. കാരണം എന്താ വെച്ചാൽ ട്യൂബ് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എൻ്റെ ട്യൂബ് ഇങ്ങനെ പിരിഞ്ഞൊക്കെ നിന്ന് കഴിഞ്ഞാൽ ട്യൂബ് പൊട്ടിപ്പോവും. പിന്നെ കാറ്റടിക്കുമ്പോൾ അവിടെ ക്രാക്ക് വീഴും. അപ്പോൾ ട്യൂബ് സ്റ്റഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാറ്റടിക്കുന്നത്. അങ്ങനെ കുറച്ച് കാറ്റടിച്ച് കഴിഞ്ഞിട്ട് ട്യൂബിനെ ഒന്ന് കറക്റ്റ് ഒന്ന് സീറ്റിങ്ങിലാക്കാം. നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ തിരിച്ച് കഴിഞ്ഞാൽ ടയർ തിരിച്ച് 2ാമത്തെ സൈഡും സിമ്പിളായിട്ട് കയറി പോയിക്കോളും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റും. എന്നിട്ട് അവസാനത്തേക്ക് നമ്മൾ ടയർ ലിവർ യൂസ് ചെയ്യേണ്ടി വരും. കാരണം അവസാനത്തേക്ക് നമ്മൾ കൈ കൊണ്ട് ചെയ്താൽ കിട്ടില്ല. അപ്പോൾ ഈ ടയർ ലിവർ വെച്ചിട്ട് ജസ്റ്റ് അത് ഉള്ളോട്ടൊന്ന് ചെയ്യാം, വളരെ സിമ്പിളായിട്ട്. അതിനകത്ത് കറക്റ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ ടയർ നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട്, അതായത് ടയറിൻ്റെ ഉള്ളിലുള്ള ട്യൂബിൻ്റെ സീറ്റിങ് സെറ്റ് ചെയ്യുക. ടയറിൻ്റെയും റിമ്മിൻ്റെയും ഉള്ളിൽ കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് ട്യൂബ് നിൽക്കുന്നുണ്ടെന്ന് നോക്കുക. 2 ഭാഗത്തേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, കറക്റ്റ് ഒരു സീറ്റിംഗ്. അതിനാണ് കുറച്ച് കാറ്റടിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാറ്റടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു സീറ്റിങ്ങിൽ കറക്റ്റായി കിട്ടും, വളരെ വൃത്തിയിൽ ഈ ഒരു സീറ്റിങ്ങിലായി കിട്ടും. അങ്ങനെ അത് ആ സീറ്റിങ്ങിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് കാറ്റടിക്കാൻ പറ്റും. തിരിച്ച് അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് വെച്ചിട്ട് പമ്പ് വെച്ചിട്ട്, ഞാനിപ്പോൾ വേറൊരു പമ്പ് വെച്ചാൽ അടിക്കുന്നത്. ആ മിനി പമ്പ് കൊണ്ട് നമുക്കിപ്പോൾ 80 PSI ഒന്നും കയറില്ല. അതുകൊണ്ട് എൻ്റെ വലിയ പമ്പ് വെച്ചിട്ട് കാറ്റടിച്ചിട്ട് തിരിച്ച് സൈക്കിളിൽ കയറ്റുമ്പോൾ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ റിയർ ഡിറൈലർ ഒന്ന് കൈകൊണ്ടൊന്ന് നീക്കി കൊടുക്കുക. ചെയിൻ്റെ ഉള്ളിൽ കസറ്റ് വെക്കുക. അത് കസറ്റ് ഏത് ടീത്ത് വെച്ചാലും കുഴപ്പമില്ല, അത് പിന്നെ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. എന്നിട്ട് ആ റിയർ ഡിറൈലർ ഒന്ന് പൊന്തിച്ച് കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വീല് അതിൻ്റെ മുകളിൽ ഇറങ്ങിയിരുന്നോളൂ. ഓക്കെ, എന്നിട്ട് നമ്മളെ ക്വിക്ക് റിലീസ് കറക്റ്റ് അതിൽ സീറ്റിംഗ് ആക്കുക. ക്വിക്ക് റിലീസിൻ്റെ ഈ റൈറ്റ് സൈഡ് ബോൾട്ട് ചിലപ്പോൾ അത് ഒരു ടൈറ്റിൽ വരും, ഒന്ന് ഫ്രീ ആക്കി കൊടുത്തിട്ട് ഒന്ന്
ഒന്ന് സിമ്പിളായിട്ടൊന്ന് ഫ്രീ ആക്കാൻ പറ്റുമെന്ന്. അതായത് ഒരു കൈ കൊണ്ടൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ കുടുങ്ങി, ലോക്കിലായി. അത് കഴിഞ്ഞിട്ടൊന്ന് വീല് ജസ്റ്റ് തിരിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഫ്രണ്ടിലുള്ള നമ്മളെ ബാക്ക് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഫ്രെയിമിൻ്റെ ബാക്ക് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ടയർ നോക്കിക്കഴിഞ്ഞാൽ ടയറിൻ്റെ സീറ്റിംഗ് കറക്റ്റ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ എന്നിട്ട് ക്വിക്ക് റിലീസ് കറക്റ്റ് ടൈറ്റ് ചെയ്യുക. വീല് സ്റ്റഡി ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ക്വിക്ക് റിലീസ് ടൈറ്റ് ചെയ്യുക. കറക്റ്റ് ടൈറ്റിൽ കൊടുക്കുക. ഓവർ പ്രഷറിൽ ടൈറ്റ് ആക്കരുത്. ജസ്റ്റ് നമുക്ക് കൈ കൊണ്ട് അത് ടൈറ്റ് അതായത് അമർത്താനും പൊന്തിക്കാനും കഴിയുന്ന രീതിയിൽ മാത്രം ക്വിക്ക് റിലീസ് ടൈറ്റ് ചെയ്യുക. ക്വിക്ക് റിലീസ് അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വെക്കൽ നിർബന്ധമാണ്. ഓപ്പൺ ആക്കിയിട്ട് വെറുതെ കൈ കൊണ്ട് തിരിച്ചിട്ട് ചെയ്യാറില്ല. കഴിഞ്ഞ് നമ്മളെ പഞ്ചറിൻ്റെ പരിപാടി കഴിഞ്ഞ് നേരെ തിരിച്ച് സൈക്കിളിടുക. ഗോ ഫോർ എ റൈഡ്.